ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊണ്ടാട്ടമാണ്. അതായത് പിന്നെ നമ്മുടെ മുളകില്ലേ, തൈരിലിട്ട മുളക്, കപ്പലണ്ടി, പിന്നെ കറിവേപ്പില, പപ്പടം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൊണ്ടാട്ടമാണ്. അതായത് അത് സാമ്പാർ വെച്ചാൽ സാമ്പാറിൻ്റെ കൂടെ, പുളിശ്ശേരി, ഇനി മീൻകറി ആയാലും കുഴപ്പമില്ല, ഇതിൻ്റെ കൂടെ വേണമെങ്കിലും ഈ കൊണ്ടാട്ടം കഴിക്കാം. അപ്പോൾ ഈ കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ പപ്പടമാണ് ഇത്. അപ്പോൾ ഈ പപ്പടം നമ്മൾ ഇങ്ങനെ എടുത്ത് ഇതുപോലെ മുറിച്ചിടണം. ഈ മുറിക്കുന്ന സമയത്ത് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിക്കകത്ത് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ പപ്പടം ഒന്ന് റെഡിയാക്കാം. പപ്പടമൊക്കെ ഇതുപോലെ മുറിച്ചതിന് ശേഷം ഇത് എണ്ണയിലിട്ട് എടുക്കുക. കൊണ്ടാട്ടത്തിൻ്റെ കൂടെ ഇടേണ്ട കറിവേപ്പിലയാണിത്. നമ്മൾ കഴിക്കുമ്പോൾ ഈ കറിവേപ്പിലയും കൂടി കഴിക്കണം. ഈ കറിവേപ്പില ഇതുപോലെ എണ്ണയിൽ ഇട്ടെടുക്കണം. കറിവേപ്പില നമ്മളിതാ വറുത്ത് പോയി. ഇനി ഇതാ ഈ മുളക് ഉണ്ടാക്കും. നമ്മൾ തീ കുറച്ചിട്ടിട്ട് ചെയ്താൽ മതി. നമ്മുടെ മുളക് വറുത്ത് കോരി. ഇനി ഇതാ ഈ കപ്പലണ്ടിയും കൂടി ഇതിലോട്ടിട്ട് വറുത്തെടുക്കും. അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയും ഇതാ വറുത്ത് ഇതിലോട്ടിടും. നമ്മുടെ കൊണ്ടാട്ടം റെഡിയായി. ഈ കൊണ്ടാട്ടത്തിൻ്റെ കൂടെ മുളക് ചതച്ചത് ശകലം ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ അവർ ഇട്ടിട്ട്, ഇപ്പം നമ്മുടെ ഈ മുളകിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഒരു ശകലം ഉപ്പിട്ടാൽ മതി. പപ്പടത്തിൽ ഉപ്പുള്ളതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. നമ്മുടെ കൊണ്ടാട്ടം റെഡിയായി. ഇതാണ് പപ്പടവും മുളകും കപ്പലണ്ടിയും കറിവേപ്പിലയും എല്ലാം ഒത്തുകൂടിയ ഒരു കൊണ്ടാട്ടമാണ്. ഈ കൊണ്ടാട്ടം എല്ലാവരും ചെയ്തിരിക്കണം. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഈ കൊണ്ടാട്ടം നിങ്ങളൊരു തണുത്തതിന് ശേഷം
ഒരു ടിന്നിനകത്ത് അടച്ചിട്ട് വെച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കാം. ഇത് കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ മിക്സഡ് കൊണ്ടാട്ടം. അമ്മ തന്നെ കഴിച്ചോ? പപ്പടവും ഓരോന്നും കഴിക്കാൻ പറ്റല്ലോ. പപ്പടവും കപ്പലണ്ടിയും മുളക് ഇച്ചിരി എരിയും അത് ചോറിൻ്റെ കൂടെ കഴിച്ചോളാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ്. സിമ്പിളല്ല, കുറച്ചുകൂടെ ഉണ്ടല്ലേ. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ പറ്റുമോ? എപ്പോൾ വേണമെങ്കിലും ചുമ്മാ തിന്നാം. എരി കൂട്ടാൻ പറ്റുമെങ്കിൽ അതും കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, ഒരു സ്നാക്സ് ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം അല്ലേ. ഒരു ബൈ പറഞ്ഞത്.